ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമ്മൾ ഈ ഒരു സത്സംഗത്തിൽ നാരദീയ ഭക്തി സൂത്രങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ പരാഭക്തിയെ പറയുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. ആരംഭത്തിൽ മംഗളാചരണം ചെയ്ത ശേഷം ഭക്തിയെ വ്യാഖ്യാനിക്കാം എന്ന് പ്രതിജ്ഞ ചെയ്തു. 2-3 സൂത്രങ്ങളിലാണ് ഭക്തി നിർവചിക്കപ്പെട്ടത്. ഭക്തി ഈ ഈശ്വരനിലുള്ള പരമപ്രേമരൂപമാർന്ന ആണ് എന്നല്ല, അമൃത സ്വരൂപവുമാണ്. അമൃത സ്വരൂപത്തിന് ജ്ഞാനസ്വരൂപം എന്ന് നമ്മൾ അർത്ഥം മനസ്സിലാക്കി. അമൃതത്വത്തെ പ്രദാനം ചെയ്യുന്ന, അമൃതം സ്വരൂപമാർന്ന അങ്ങനെയുള്ള ഭക്തി ലഭിച്ചാൽ, പ്രാപിച്ചാൽ, അറിഞ്ഞാൽ മനുഷ്യൻ കൃതാർത്ഥനാവുന്നു, ആനന്ദിയാകുന്നു, മത്തനാകുന്നു, സ്തബ്ധനാകുന്നു, ആത്മാരാമനാകുന്നു, അമൃതനാകുന്നു എന്നൊക്കെ പഠിച്ചു. താത്പര്യം, അവൻ പരമപുരുഷാർത്ഥത്തെ പ്രാപിക്കുന്നു, മുക്തനായിത്തീരുന്നു. പരാഭക്തി നേടിയാൽ അവൻ മുക്തൻ. ഇത്രയും വിഷയങ്ങൾ ചിന്തിച്ച ശേഷം ഈ പരാഭക്തി ഒന്നിനെയും കാമിക്കുന്നില്ല. കാമിക്കത്തക്കതല്ല. സൂത്രപഠനത്തിൽ വരാവുന്ന ഒരു തെറ്റിദ്ധാരണ ചൂണ്ടിക്കാണിച്ചത് നമ്മൾ നീക്കം ചെയ്തു. ഭക്തി കാമിക്കത്തക്കവളല്ല എന്നല്ല, പരാഭക്തി കാമിക്കുന്നവളല്ല, മറ്റെന്തെങ്കിലും ഫലപ്രാപ്തിയെ ഇച്ഛിക്കുന്നവളല്ല. ഇത് പരാഭക്തിയുടെ വിഷയമാണ്. അടുത്ത പ്രകരണത്തിൽ നമ്മൾ ഗൗണി ഭക്തിയെ കുറിച്ച് പഠിക്കും. അതിനെ സംബന്ധിച്ച് അപ്പം പറയാം. എന്തുകൊണ്ട് കാമിക്കുന്നില്ല എന്നാണെങ്കിൽ അവിടെ പറഞ്ഞു, നിരോധരൂപം കൊണ്ട്. സ ന കാമയമാന നിരോധരൂപത്വാത്. എന്താണ് നിരോധം എന്ന് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതില്ല. ആചാര്യൻ തന്നെ പറയുകയാണ്, നിരോധം ലോകവേദ വ്യാപാര ന്യാസമാണ് എന്ന്. ഈ ലോകത്തിലെയും പരലോകത്തിലെയും സകല വിഷയങ്ങളെയും നിരസിക്കുക എന്നുള്ളതാണ്, ഉപേക്ഷിക്കുക എന്നുള്ളതാണ്, അപ്രസക്തമായി അറിഞ്ഞ് അതിക്രമിക്കുക എന്നുള്ളതാണ് പരാഭക്തിയുടെ സ്വരൂപം. ആ വിഷയം നമ്മൾ ചിന്തിച്ചു. അപ്പൊ ലൗകികവും വൈദികങ്ങളുമായ സകല വ്യാപാരങ്ങളെയും
ന്യസിക്കുക എന്നുള്ളതാണ് ഭക്തിയുടെ സ്വരൂപം. സാന കാമയമാന നിരോധരൂപത്വാത് നിരോധസ്തു ലോകവേദ വ്യാപാരന്യാസ. ഇതുവരെയാണ് നമ്മൾ ശ്രദ്ധിച്ചത് 8 സൂത്രങ്ങൾ. തുടർന്ന് 9ാമത്തെ സൂത്രം ഈയൊരു പരാഭക്തി, ഈ ഒരു പരാഭക്തിയുള്ള ആള് എങ്ങനെയാണ് ജീവിക്കുന്നത്, അഥവാ താദർത്ഥ്യേന, അതായത് ആ പരാഭക്തിയെ പ്രാപിക്കുന്നതിനായിക്കൊണ്ട് ഏത് പ്രകാരത്തിലുള്ള ജീവിതക്രമമാണ് പാലിക്കേണ്ടത്. ഇത് വളരെ ശ്രദ്ധേയമാണ്. അതാണ് 9, 10, 11 സൂത്രങ്ങൾ. 9, 10, 11 എന്ന 3 സൂത്രങ്ങൾ പറയാൻ കാരണം അവ ഒന്നിച്ച് പഠിക്കണം, അല്ലെങ്കിൽ പൂർണ്ണാവില്ല. അതുകൊണ്ട് ആദ്യം ഓരോ സൂത്രവും പറഞ്ഞ് അതിൻ്റെ അർത്ഥം പറയാം. പക്ഷേ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുന്നത് 3 ഒന്നിച്ചേ പറ്റൂ, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും നമ്മൾ. നോക്കൂ, അടുത്ത സൂത്രം പറയുകയാണ്, തസ്മിൻ അനന്യത തദ് വിരോധിഷു ഉദാസീനതാച്ച. ഒന്നുകൂടി പറയാം, തസ്മിൻ അനന്യത തദ് വിരോധിഷു ഉദാസീനതാച്ച. ഈ സൂത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് 10ഉം 11ഉം സൂത്രം നിലനിൽക്കുന്നത്. ഈ സൂത്രത്തിന്റെ അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കാം. വിശദീകരണം ഒന്നിച്ചേ പറ്റൂ. ഇപ്പൊ തസ്മിൻ അനന്യത, അവനിൽ അനന്യത. അവനിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഭക്തിയെ സംബന്ധിച്ച് സ്ത്രീലിംഗത്തിലാണല്ലോ നമ്മൾ പഠിച്ചത്, സാ എന്ന്. അങ്ങനെ ഭക്തിയെ നിർവചിക്കുന്ന സമയത്ത് സാ തു അസ്മിൻ പരമപ്രേമരൂപ എന്നാണ് പറഞ്ഞത്. അസ്മിൻ, ഇവനിൽ. ഭക്തിയാകട്ടെ ഇവനിലുള്ള പരമപ്രേമമാണെന്നാ പറഞ്ഞത്. അപ്പൊ ഇവനിൽ എന്ന സപ്തമി പുല്ലിംഗ സൂചകമാണ്. നപുംസകവും ആവാം. നപുംസകായാലും ഒന്നുമില്ല, പുല്ലിംഗായാലും ഒന്നുമില്ല, ഒരേ രൂപ വരിക. അപ്പോൾ ഇവനിൽ അഥവാ ഇതിൽ എന്നാണ് വരിക. സാമാന്യ ലൗകിക ഭാഷയിൽ ഈശ്വരൻ എന്നുള്ള പുല്ലിംഗ പ്രയോഗം, ഈശ്വരഹ എന്നുള്ള പുല്ലിംഗ പ്രയോഗത്തിനനുസരിച്ചാണ് നമ്മൾ അർത്ഥം പറഞ്ഞത്. ഈ ഈശ്വരനിലുള്ള പരമപ്രേമമാണ് ഭക്തി എന്ന്. അങ്ങനെ പുല്ലിംഗത്തിൽ പ്രതിപാദിക്കപ്പെട്ട ഈശ്വരനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് തസ്മിൻ, ഈശ്വരനിൽ. ഈശ്വരനിൽ അനന്യത. അനന്യത സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു സൂത്രം കണ്ടാൽ നമ്മുടെ കർത്തവ്യമാണ് അനന്യതാ ശബ്ദം വ്യാഖ്യാനിക്കുക എന്നുള്ളത്. അത് ശാസ്ത്ര വിചാരത്തിൽ മുഖ്യമാണ്. എന്താണ് അനന്യത എന്ന് പറഞ്ഞാൽ എന്ന് നമ്മൾ വ്യാഖ്യാനിക്കണം. എന്നാൽ ഇവിടെ വ്യാഖ്യാനിക്കാൻ പോകുന്നില്ല. കാരണം എന്താണ് അനന്യത എന്നുള്ളത് ആചാര്യൻ തന്നെ അടുത്ത സൂത്രത്തിൽ പറയുന്നത് കൊണ്ട് അത് വ്യാഖ്യാനിച്ചാൽ മതി. അപ്പൊ ഇവിടെ 9ാം സൂത്രത്തിൽ തസ്മിൻ അനന്യത എന്നാണ്. അവനിൽ അനന്യതയും തദ്വിരോധിഷു, തദ്വിരോധിഷു അവന്റെ വിരോധികളിൽ, ഈശ്വര നിഷേധികളിൽ അഥവാ ഭക്തിമാർഗ വിരോധികളിൽ ഉദാസീനതാച്ച, ഉദാസീനതയും. അപ്പോൾ ഒരു പരാഭക്തന്റെ
ജീവിതക്രമം എങ്ങനെയാണ്, അഥവാ പരാഭക്തിയിലേക്ക് ഉയരുന്നതിനുള്ള ആ ഒരു സാധനാക്രമത്തിൽ ജീവിക്കുന്ന ഒരു ഭക്തൻ എങ്ങനെയാണ് ലോകത്തിൽ കഴിയേണ്ടത് എന്നാണ് ഈ സൂത്രം പറയുന്നത്. സൂത്രം തസ്മിൻ അനന്യത തദ് വിരോധിഷു ഉദാസീനത ച. ഈശ്വരനിൽ അനന്യതയുണ്ടാവണം, ഈശ്വര വിരോധികളിൽ അഥവാ ഭക്തിമാർഗ വിരോധികളിൽ ഉദാസീനതയുണ്ടാവണം. ഇപ്പൊ സാധാരണഗതിയിൽ അനന്യത, ഉദാസീനത ഈ രണ്ട് ശബ്ദവും വ്യാഖ്യാനിക്കേണ്ടതാണ്. അനന്യത എന്ന് പറയുമ്പോൾ അന്യഭാവം ഇല്ലാതിരിക്കലാണ്. ഈശ്വരൻ വേറെ, ഞാൻ വേറെ, ഉപാസ്യം വേറെ, ഉപാസകൻ വേറെ, ഭഗവാൻ വേറെ, ഭക്തൻ വേറെ. ഈ അന്യഭാവം ഇല്ലാതിരിക്കലാണ് സാമാന്യമായി പറഞ്ഞാൽ അനന്യത. സാമാന്യമായിട്ട് അതാണ് തസ്മിൻ അനന്യത. ഈശ്വരനിൽ അന്യഭാവം ഇല്ലായ്മ വേണം എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ അർത്ഥം പറയുക. തദ് വിരോധിഷു, ഈശ്വര വിരോധികളിൽ അഥവാ ഈശ്വര മാർഗ വിരോധികളിൽ ചോദ്യം, ഈശ്വരന് ആരോടെങ്കിലും വിരോധമുണ്ടോ? ഈശ്വരൻ ആരിലും വിരോധമില്ല. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി ന പ്രിയ. ഞാൻ എല്ലാവരിലും സമനാണ്, എനിക്ക് ദ്വേഷ്യനുമില്ല, പ്രിയനുമില്ല എന്നാണ് ഭഗവത് വാക്യം. അപ്പൊ പിന്നെ ഈശ്വര വിരോധികളിൽ എന്ന് പറഞ്ഞാലോ? അതെ, ഈശ്വരൻ ആരോടും വിരോധമില്ലെങ്കിലും ഈശ്വരനെ വിരോധിക്കുന്നവരുണ്ട്. മൂഢത്വം കൊണ്ട്, മൂഢതയാൽ, തത്വജ്ഞാനമില്ലായ്മയാൽ, എന്താണ് ഈശ്വര സങ്കല്പം എന്നുള്ളത് പോലും അറിയായികയാൽ ഈശ്വര വിരോധം ചെയ്യുന്ന പലരും ലോകത്തിലുണ്ട്. അഥവാ ഭക്തിമാർഗ വിരോധം ചെയ്യുന്നവരും ആവാം തദ്വിരോധികൾ. അങ്ങനെയുള്ളവരിൽ ഉദാസീനതയാണ്. ഇപ്പൊ ഉദാസീനത എന്ന് പറഞ്ഞാൽ സാമാന്യ ലോകഭാഷയിൽ അർത്ഥം ന കസ്യചിത് പക്ഷം ഭജതേ, ആരുടെയും പക്ഷം ഭജിക്കാത്തവനാണ് ഉദാസീനൻ. ഉദ് ആസീനഹ എന്ന് പറയാം, ഉയർന്നിരിക്കുന്നവനാണ്. അതായത് വിരുദ്ധ പക്ഷങ്ങൾ ഉണ്ടാവുമ്പോൾ രണ്ടിലും പെടാതെ ഉയർന്നിരിക്കുന്നവൻ ഉദാസീനഹ, അതാണ് ഉദാസീനൻ. അപ്പൊ തദ്വിരോധികളിൽ, ഈശ്വരമാർഗ വിരോധികളിൽ അല്ലെങ്കിൽ ഭക്തിമാർഗ വിരോധികളിൽ ഉദാസീനത, അതിനാൽ ബാധിക്കപ്പെടാതെ ഉയർന്നിരിക്കുക, അതാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന അർത്ഥം. എന്നാൽ ഈ രണ്ടർത്ഥവും ഇവിടെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ സൂത്രകാരൻ തന്നെ എന്താണ് അനന്യത എന്നും എന്താണ് ഉദാസീനത എന്നും 10-11 സൂത്രങ്ങളിൽ പറയുകയാണ്. നോക്കൂ, 10ാമത്തെ സൂത്രം അന്യാശ്രയാണാം ത്യാഗോ നന്യത. അന്യാശ്രയാണാം ത്യാഗോ നന്യത. ഛേദിച്ചു പറഞ്ഞാൽ അന്യാശ്രയാണാം ത്യാഗ അനന്യത. എന്താണ് അനന്യത? അപ്പൊ ഈശ്വരനിൽ അനന്യതയാണല്ലോ പറഞ്ഞത്. എന്താണ് അനന്യത? അന്യാശ്രയാണാം ത്യാഗ, അന്യ ആശ്രയങ്ങളുടെ ത്യാഗമാണ് അനന്യത. പരാഭക്തനെ സംബന്ധിച്ച് ഈശ്വര ഭിന്നമായ ഒരു ആശ്രയമില്ല. അഥവാ പരാഭക്തിയിലേക്ക് ഉയരുന്ന, സാധനാക്രമത്തിൽ ചരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് ഈശ്വര ഭിന്നമായിട്ടൊന്നുമില്ല, ആശ്രയിക്കാനില്ല. എല്ലാം ഈശ്വരൻ, ലക്ഷ്യവും മാർഗവും ഈശ്വരൻ. ഈശ്വര ഭിന്നമായിട്ട് അവിടെ ഒന്നുമില്ല. എല്ലാം ഈശ്വരേച്ഛയാൽ സംഭവിക്കുന്നു.
അല്ലാത്തൊന്നില്ല. അപ്പൊ അവിടെ ഈശ്വര ഭിന്നമായിട്ടൊരാശ്രയമില്ല. അന്യാശ്രയാണാം ത്യാഗ, മറ്റൊരാശ്രയത്തെയും അവിടെ അവലംബിക്കുന്നില്ല. ഇത് വിധിവിധാനപരമായ ഭക്തിയിൽ നിന്ന് തീർത്തും ഭിന്നമാണ്. പരാഭക്തിയെ സംബന്ധിച്ച് ആ ഒരു തലത്തിലേക്ക് ഉയർന്നിട്ടില്ലാത്ത, പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ഭജന ചെയ്യുന്ന വ്യക്തികളെ സങ്കല്പിക്കുക. ഇപ്പൊ കാര്യസാധ്യങ്ങൾക്കായിക്കൊണ്ട് അത് വേണം ഇത് വേണം എന്ന നിലയ്ക്ക് ഭജന ചെയ്യുന്നു. അപ്പൊ അവിടെ രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, എന്തിനു വേണ്ടി ഭജന ചെയ്യുന്നുവോ അത് ഈശ്വര ഭിന്നമായിട്ടിരിക്കുകയാണ്. അവിടെ ഈശ്വരൻ എന്നുള്ളതിലുപരി ഈശ്വരനിലൂടെ നേടേണ്ടുന്നത് എന്തോ ആ അർത്ഥം വരുന്നുണ്ട്. എനിക്ക് തലവേദന മാറണമേ എന്ന് ഒരാൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവിടെ ഈശ്വരനേക്കാൾ പ്രാധാന്യം തലവേദനയ്ക്കാണ്. കാരണം അത് മാറുക എന്നുള്ളതാണ് ലക്ഷ്യം. മാറിയാലും ഭജനമില്ലാതാവാം, മാറിയില്ലെങ്കിലും ഭജനമില്ലാതാവാം. ഞാൻ ഇത്രയൊക്കെ ഭജിച്ചു എന്നിട്ട് എന്ത് എന്നാവാം. കാര്യം വന്നല്ലോ, ഇനി എന്തിന് എന്നും ആവാം. അങ്ങനെ ഒരു പ്രകാരം. ഇനി വേറൊരു പ്രകാരം, ഒരു കാര്യസാധ്യത്തിന് ഭജിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. എന്തെങ്കിലും ഒരു കാര്യസാധ്യം, ധനപ്രാപ്തിയാവട്ടെ, ദുഃഖനിവൃത്തിയാവട്ടെ, അങ്ങനെ ഞാൻ ഭജനം ചെയ്യാണ്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നത്, സ്വാമി എന്താണ് ലക്ഷ്യം? എനിക്ക് ഇന്നതാ ലക്ഷ്യം. വിഷ്ണു അത്ര എളുപ്പത്തിലൊന്നും പ്രസാദിക്കില്ല. അവിടെ എളുപ്പത്തിൽ പ്രസാദിക്കുന്നത് ശിവനാണ്. ഞാൻ അതുവരെ ചെയ്ത വിഷ്ണു ഉപാസനയെല്ലാം മാറ്റി ശിവോപാസന ആരംഭിച്ചു. ശിവോപാസന നല്ലതാണ്, വിഷ്ണു ഉപാസനയും നല്ലതാണ്, രണ്ടും ഒന്ന് തന്നെയാണ് ആത്യന്തികമായിട്ട്. പക്ഷേ ആ തിരിച്ചറിവോട് കൂടി അല്ല ചെയ്യുന്നത്. വിഷ്ണു എളുപ്പം പ്രസാദിക്കില്ല, ശിവൻ എളുപ്പം പ്രസാദിക്കും എന്നുള്ള ധാരണയോട് കൂടിയാണ്, രണ്ടിനെ രണ്ടായി കണ്ടിട്ടാണ്. അങ്ങനെ ഞാൻ ശിവോപാസന ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വരുന്നത്. അയാൾ പറഞ്ഞു, ഇതിനേക്കാൾ നല്ല ദേവിയാണ്. നല്ലത് തന്നെ, ഭഗവതിയെ ഉപാസിക്കാൻ തുടങ്ങി. ഭഗവതിയെ ഉപാസിക്കുന്നത് ശ്രേഷ്ഠം തന്നെ, ശിവനെ ഉപാസിക്കുന്നത് ശ്രേഷ്ഠം തന്നെ. പക്ഷെ രണ്ടും ഒന്നാണെന്ന് അറിഞ്ഞാൽ പ്രശ്നമില്ല. ഇവിടെ രണ്ടും രണ്ടെന്നും ഒന്നിനേക്കാൾ വേഗത്തിൽ മറ്റതെന്നും ഒക്കെ കണക്കാക്കിയിട്ട് വേറൊന്നിലേക്ക് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ വേറൊരാൾ പറഞ്ഞു, ദേവി ഉപാസന അല്പം പഴിച്ച അപകടാട്ടുവോ, വേണ്ട, അതിനേക്കാളൊക്കെ നല്ലത് കുട്ടിച്ചാത്തനാണ്. അങ്ങനെ ഞാൻ കുട്ടിച്ചാത്തനെ ഉപാസിക്കാൻ തുടങ്ങി. കുട്ടിച്ചാത്തനെ ഉപാസിക്കുന്നത് ശ്രേഷ്ഠമാണ്. പക്ഷേ ദേവിയിൽ നിന്ന് ഭിന്നമാണ്, ശിവനിൽ നിന്ന് ഭിന്നമാണ്, വിഷ്ണുവിൽ നിന്ന് ഭിന്നമാണെന്ന ഭാവനയോടുകൂടി വയ്യ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, തൻ്റെ ഉപാസ്യമായിരിക്കുന്നതിനെ പരമായി കാണാതെ സത്യം പലതുണ്ടെന്ന് കണക്കാക്കി പല ആശ്രയങ്ങളെ വരിക്കുകയാണ്. അപ്പോൾ ഒരാശ്രയത്തെ വിട്ട് മറ്റൊരാശ്രയം, അതിനെ വിട്ട് മറ്റൊരാശ്രയം, അതിനെ വിട്ട് മറ്റൊരാശ്രയം, ഇങ്ങനെ വിവിധങ്ങളായ ആശ്രയങ്ങളെ സ്വീകരിക്കുകയാണ്. പരാഭക്തനിൽ ഒരിക്കലും ഇപ്രകാരം സംഭവിക്കുന്നില്ല. അവിടെ അന്യാശ്രയമില്ല, ഈശ്വരൻ രണ്ടില്ല. പരാഭക്തൻ എല്ലാത്തിലും തൻ്റെ ഇഷ്ടദേവനെ കാണുന്നു, എല്ലായിടത്തും ഇഷ്ടദേവനെ കാണുന്നു, എല്ലാ ദേവതാഭാവത്തിലും പ്രകാശിക്കുന്നത് ഒന്ന് തന്നെ. അതുകൊണ്ട് എവിടെ ചെന്നാലും ഒന്ന് തന്നെ, എല്ലാ മൂർത്തികളിലും ഒന്ന് തന്നെ. അവിടെ മംഗളം അമംഗളം തുടങ്ങിയ വ്യത്യാസങ്ങളില്ല. എല്ലാം ഭഗവത് ചമൽക്കാരങ്ങൾ തന്നെയാകുന്നു, എല്ലാം ഭഗവത് വിഭൂതികൾ തന്നെയാകുന്നു. ഈ ഒരു ഉറച്ച ബോധമാണ് അവിടെ പരാഭക്തന്. ഭഗവത് ഭിന്നമായിട്ടൊന്നും ഇല്ല, പിന്നെ എവിടുന്ന് എങ്ങോട്ട് പോവാൻ? ചിന്തിക്കുക.
അന്യാശ്രയാണാം ത്യാഗ അനന്യത. അത് മനസ്സിലാക്കുക. അപ്പോ തസ്മിൻ അനന്യത, അവനിൽ അനന്യത. താല്പര്യം ഈശ്വരൻ രണ്ടില്ല. എല്ലാ ഭാവത്തിലും പ്രകാശിക്കുന്നത് തൻ്റെ ഇഷ്ടം തന്നെ, തൻ്റെ ഇഷ്ടമൂർത്തി തന്നെ, തൻ്റെ ഭഗവാൻ തന്നെ അല്ലെങ്കിൽ ഭഗവതി തന്നെ എന്ന ഉറച്ച ബോധം. അതുകൊണ്ട് തന്നെ ആശ്രയിക്കാൻ മറ്റൊന്നില്ല അവിടെ. ഈശ്വര ഭിന്നമായിട്ടൊരു ആശ്രയമില്ല അവിടെ. ശ്രദ്ധിക്കുക. ഇനി തദ്വിരോധിഷു ഉദാസീനത എന്ന് പറഞ്ഞുവല്ലോ. എന്താണ് ഈ ഉദാസീനത എന്ന് പഠിക്കണം. ഇവിടെ സാമാന്യമായി നമ്മൾ ലോകത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള അർത്ഥമേ അല്ല സൂത്രകാരൻ പറയുന്നത് ഉദാസീനതയ്ക്ക്. സാധാരണ ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥം ഉയർന്നിരിക്കുന്നു, ഒരു പ്രശ്നത്തിൽ പെടാതെ, രണ്ട് ഭാഗങ്ങൾ പരസ്പരം വിരുദ്ധമായി വരുമ്പോൾ അത് രണ്ടിലും പെടാതെ ഉയർന്നിരിക്കുന്നവനാണ് ഉദാസീനൻ. കസ്യചിത് അഭി പക്ഷം ഭജതേ, ഒരു പക്ഷവും ഭജിക്കാത്തവനാണ് ഉദാസീനൻ. അവൻ ഉയർന്നിരിക്കുന്നവനാണ്. എന്നാൽ ഇവിടെ ഉദാസീനത ശബ്ദം കൊണ്ട് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പറയാണ്, ലോകേ വേദേഷു തദനുകൂലാചരണം തദ്വിരോധിഷു ഉദാസീനത. ലോകേ വേദേഷു തദനുകൂലാചരണം തദ്വിരോധിഷു ഉദാസീനത. നമ്മൾ സാമാന്യമായി ഉദാസീനത ശബ്ദത്തിന് മനസ്സിലാക്കുന്ന അർത്ഥമേ അല്ല. അതുകൊണ്ടാണ് നേരത്തെ ഉദാസീനത ശബ്ദം നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് ഉദാസീനത? ലോകേ, ലോകത്തിലും, വേദേഷു, വേദങ്ങളിലും, ലോകത്തിലും വേദങ്ങളിലും, തദനുകൂലാചരണം ചെയ്യുക എന്നത് ഈശ്വര അനുകൂലമായി അഥവാ ഭക്തിമാർഗ പ്രവർത്തനത്തിന് അനുകൂലമായി ആചരിക്കുക എന്നുള്ളതാണ് തദ്വിരോധിഷു ഉദാസീനത. ഈശ്വര വിരോധികളിലുള്ള അഥവാ ഭക്തിമാർഗ വിരോധികളിലുള്ള ഉദാസീനത. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സാമാന്യമായി ഉദാസീനത എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പക്ഷവും ഭജിക്കാതെ ഉയർന്നിരിക്കുക എന്നാണല്ലോ. എന്നാൽ ഇവിടെ അതല്ല. ലോകത്തിലും വേദങ്ങളിലും എന്ന് പറഞ്ഞ അർത്ഥം ലൗകികമായി ഈ ലോകത്തിൽ നമ്മൾ പല കർമ്മങ്ങളെ ചെയ്ത് ജീവിക്കുന്നു, പല തലങ്ങളിൽ കഴിയുന്നു, പല വ്യവഹാരങ്ങൾ ചെയ്യുന്നു. ഇവിടെ പരിചിതരുണ്ട്, ബന്ധുക്കളുണ്ട്, മിത്രങ്ങളുണ്ട്, സുഹൃജന ബാന്ധവന്മാരൊക്കെയുണ്ട്. അതെല്ലാം ചേർന്നതാണ് നമ്മുടെ ലോകം, നമ്മുടെ വ്യവഹാരമണ്ഡലം. അപ്പൊ ഈ വ്യവഹാരമണ്ഡലത്തിൽ, ലോകത്തിൽ ബന്ധുക്കളുടെ, കൂട്ടുകാരുടെ ഒക്കെ മധ്യത്തിൽ, ലോകേ വേദേഷു, വേദങ്ങളിൽ, വേദവിഷയങ്ങളിൽ എന്ന് പറയുമ്പോൾ വേദപഠനം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് നിത്യ നൈമിത്തിക കാമ്യ പ്രായശ്ചിത്ത രൂപമായിരിക്കുന്ന വൈദിക കർമ്മങ്ങൾ, നിത്യകർമ്മങ്ങൾ, നൈമിത്തിക കർമ്മങ്ങൾ, കാമ്യകർമ്മങ്ങൾ, പ്രായശ്ചിത്ത കർമ്മങ്ങൾ, ഇവയാണല്ലോ വൈദിക കർമ്മങ്ങൾ. അതുപോലെ വേദത്തിൻ്റെതായ വിധി നിഷേധങ്ങൾ അനുസരിച്ചുള്ള ജീവിതക്രമം, വൈദികങ്ങളായ നിർദ്ദേശങ്ങൾ, ആശ്രമഭേദങ്ങൾ, അങ്ങനെയൊക്കെ പറയാം. ഇപ്പൊ ലോകസിദ്ധങ്ങളായ വ്യവഹാരങ്ങളിലും വേദവിഹിതങ്ങളായ വ്യവഹാരങ്ങളിലും ലോകേ വേദേഷു തദനുകൂലാചരണം, ഈശ്വര അനുകൂലമായ ആചരണം ചെയ്യുക, അല്ലെങ്കിൽ ഭക്തിമാർഗ അനുകൂലമായ ആചരണം ചെയ്യുക, അതാണ് തദ്വിരോധികളിലുള്ള ഉദാസീനത. അപ്പോൾ വലിയൊരർത്ഥമാണ് നമുക്ക് ലഭിക്കുന്നത്.
തദ്വിരോധികളിൽ, ഈശ്വരമാർഗ വിരോധികളിൽ, ഭക്തിമാർഗ വിരോധികളിൽ ഉദാസീനത എന്ന് പറഞ്ഞാൽ അവർ പറയണത് കേൾക്കാതിരിക്കുക. അത് തന്നെ. അവരുടെ നിർദ്ദേശങ്ങൾക്ക് ഉപരി നമ്മൾ ഇരിക്കുക. അവരെന്ത് പറഞ്ഞാലും, എന്ത് കളിയാക്കിയാലും, എന്ത് കുറ്റപ്പെടുത്തിയാലും അതിനാലൊന്നും ബാധിക്കപ്പെടാതെ എന്താണോ ഭക്തിമാർഗത്തിൽ കൂടുതൽ ചെയ്യേണ്ടത് അത് ചെയ്തുകൊണ്ടിരിക്കുക. സാമാന്യമായി ലോകത്തില് പലതരമാണല്ലോ. ജനങ്ങൾ ബഹുവിധമാണ്, സമൂഹങ്ങൾ ബഹുവിധമാണ്. ഈശ്വരീയമായ ഭക്തിമാർഗത്തെ നിന്ദിക്കുകയും എതിർക്കുകയും പരിഹസിക്കുകയും അങ്ങനെ ഭക്തിമാർഗത്തിൽ പ്രവർത്തിക്കുന്നവരെ ഒന്നിനും കൊള്ളാത്തവരെന്ന് മുദ്ര കുത്തുകയും ഇനി ഭ്രാന്തന്മാരെന്ന് മുദ്ര കുത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് ലോക സ്വഭാവം. അങ്ങനെ ഒരു വിഭാഗം. ഇനി വേറൊരു വിഭാഗം ഭക്തിമാർഗ പ്രവർത്തനത്തെയൊക്കെ അഭിനന്ദിക്കുന്നവരാണ്, ഭക്തന്മാരെന്ന് പറയുന്നവരാണ്. അവര് ജപിക്കും, കീർത്തനങ്ങൾ ചെയ്യും, സ്വാധ്യായങ്ങൾ ചെയ്യും. അവര് ഭക്തിയുടെ അല്ലെങ്കിൽ ഭക്തിമാർഗ പ്രവർത്തനത്തിന്റെ ലിംഗങ്ങളെയൊക്കെ ധരിക്കും. ചന്ദനമാകട്ടെ, ഭസ്മമാകട്ടെ, കുങ്കുമാകട്ടെ ഒക്കെ ധരിച്ചെന്ന് വരും. ആകെ കൂടിയൊരു ഭക്തന്റെ കെട്ടും മട്ടും ഒക്കെ ഉണ്ടാവും. ധാരാളം നേരം പ്രാർത്ഥനകളൊക്കെ ചെയ്തു, ജപിച്ചു എന്നൊക്കെ വരും. അവര് ഭക്തിമാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെ അഭിനന്ദിക്കും, അനുമോദിക്കും. നന്നായി, ഈശ്വരാനുഗ്രഹം കൊണ്ടേ ഭക്തി ഉണ്ടാവുള്ളൂ, നിന്റെ ഭാഗ്യാണ് എന്നൊക്കെ പറയും. പക്ഷെ അതേ ആള് ഭക്തിമാർഗത്തിൽ കുറച്ച് അധികം പ്രവർത്തിക്കുകയാണെങ്കിലോ, അത്ര വേണ്ട കേട്ടോ, അത് അപകട, എല്ലാത്തിനും ഒരു പരിധി വേണം. ഇപ്പൊ പരിധി വിട്ട് കളിക്കരുത്. ആരായാലും ആ ഒരു കണക്കിനെ എല്ലാം പാടുള്ളൂ. അധികമായാൽ അമൃതം വിഷമെന്ന് നീ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് അധികം വയ്യാട്ടോ. അപ്പൊ ഏതായി അധികം, ഏതായി കുറച്ച്? ആരാണ് ഈ പരിധി നിശ്ചയിക്കുന്നത്? അതിനൊന്നും സ്ഥാനമില്ല. അപ്പൊ ഒരു സമയത്ത് നന്നായിട്ടോ എന്ന് അഭിനന്ദിച്ചവൻ തന്നെ പറയും, അവന് ഭ്രാന്തായിപ്പോയി, അവനിപ്പോ ഭക്തിമാർഗത്തിലാ എന്ന്. അപ്പൊ ആദ്യം തന്നെ എതിർക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗം. മറ്റൊന്ന് സാമാന്യമായിട്ടെല്ലാം വേണം, ഒന്നും അധികമായി പോകരുത്. ഈ സാമാന്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യണതാട്ടോ, അവനോൻ ചെയ്യണത് സാമാന്യം, അതിലധികം ചെയ്യണതൊക്കെ അധികം. അപ്പൊ ഇങ്ങനെ ഭക്തിമാർഗത്തെ വിരോധിക്കുന്നവർ ധാരാളം ഉണ്ടാവും. അങ്ങനെയുള്ളവർ പലതരത്തിൽ നിന്ദിക്കുകയും പരിഹസിക്കുകയും നമ്മൾ ലോകബാഹ്യന്മാരെന്ന് വരെ മുദ്ര കുത്തുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു പരാഭക്തൻ എന്ത് ചെയ്യും? അഥവാ പരാഭക്തിയിലേക്ക് ഉയരേണ്ടുന്ന ക്രമത്തിൽ ജീവിക്കുന്ന ഒരു ഭക്തൻ എന്ത് ചെയ്യണം? അവിടെ നാരദൻ സൂത്രകാരൻ പറയുന്നത് അനുകൂലാചരണം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എത്ര പരിഹസിച്ചാലും കളിയാക്കിയാലും നിന്ദിച്ചാലും ഭ്രാന്തനെന്ന് മുദ്ര കുത്തിയാലും എത്രമാത്രം വിരോധിച്ചാലും അതിനധികമായി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ എത്ര പറഞ്ഞവനും ചിന്തിക്കും, ഞാനിതൊക്കെ പറഞ്ഞിട്ട് അവന് ഒന്നും ഗൗനിച്ചിട്ടില്ല, അവൻ മടുത്തു പോവും, പിന്നെ അവൻ നിന്ദിച്ചെന്ന് വരില്ല. നമ്മൾ ഭക്തിമാർഗത്തിൽ കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കുക, അതാണ് വേണ്ടത്. അതേ പറ്റൂ. അല്ലാതെ ഭക്തിമാർഗത്തിൽ ആരെങ്കിലും വിരോധിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനാൽ വ്യാകുലപ്പെട്ട് അവരെ എതിർക്കാൻ പോവുക, നമ്മുടെ ഊർജം നഷ്ടപ്പെടുത്തുക, അതിന്റെ ആവശ്യമില്ല. അഥവാ അവർ പറയുന്നത് പോലെ അനുസരിക്കുക, അതിന്റെ ആവശ്യവും ഇല്ല. ഇവിടെ ഭക്തോത്തമനായ പ്രഹ്ലാദന്റെ ചരിത്രമാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. ഏതെല്ലാം തരത്തിൽ ഭക്തിമാർഗ വിരോധം ചെയ്തു അച്ഛൻ തന്നെ, എന്നിട്ട് അപ്രകാരം മകനെ പഠിപ്പിച്ചൊരുക്കാൻ വേണ്ടി ഗുരുനാഥന്മാരെ ഏർപ്പാട് ചെയ്തില്ലേ? ഒരു ഭരണാധികാരിയുടെ അധികാരം ഉപയോഗിച്ച്
എല്ലാ സംവിധാനങ്ങളും ചെയ്തില്ലേ? എന്തെല്ലാം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു പ്രഹ്ലാദൻ. എന്തെല്ലാം പീഡനങ്ങൾ, അചിന്ത്യങ്ങളായ പീഡനങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്നാൽ അതിനാൽ ഒന്നും പിന്തിരിഞ്ഞില്ല. അതിനോരോന്നിനോട്ട് എതിർക്കാൻ പോയുമില്ല. പിന്നെയോ ഭക്തിമാർഗത്തിൽ താൻ കൂടുതൽ കൂടുതലായി പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഭക്തിമാർഗ വിരോധികള് നിന്ദിക്കുമ്പോ, വിമർശിക്കുമ്പോ, അല്ലെങ്കിൽ മറ്റ് വികലങ്ങളായ മുദ്രകൾ കുത്തുമ്പോ അതിനുപരിയാവുക നമ്മൾ. അതിനാൽ ബാധിക്കപ്പെടാതിരിക്കുക. അതിനാൽ ബാധിക്കപ്പെടാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ബാധിക്കപ്പെടാതെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ഭക്തിമാർഗ സാധനകളെ കൂടുതൽ കൂടുതലായിട്ട് ചെയ്യാം. അനുകൂലാചരണം. ഇത് പ്രധാനമാണ്. അപ്പൊ ഓരോ ദിവസവും ഈശ്വരീയമായ സാധനകളെ, ഭക്തിമാർഗ പ്രവർത്തനത്തെ കൂടുതൽ കൂടുതലായിട്ട് ചെയ്യാം. എത്രയോ വിമർശിക്കട്ടെ, എത്രയോ നിന്ദിക്കട്ടെ, എത്രയോ വിരോധിക്കട്ടെ, ആരെത്ര വിരോധിച്ചാലും അതിനാൽ ബാധിക്കപ്പെടാതിരിക്കുക. ഇത് വലിയൊരു പരീക്ഷണ ഘട്ടം കൂടിയാണ്. പരാഭക്തനെ സംബന്ധിച്ച് പരീക്ഷണമില്ല. കാരണം പരാഭക്തനെ സംബന്ധിച്ച് വിരോധിക്കുന്നവനും ഈശ്വരൻ തന്നെയാണ്. അതെല്ലാം അവിടുത്തെ മായാലീലയായിട്ട് മാത്രമേ പരാഭക്തൻ കൂട്ടൂ. അതുകൊണ്ട് പരാഭക്തനെ സംബന്ധിച്ചൊരു പരീക്ഷണമില്ല. എന്നാൽ പരാഭക്തിയിലേക്ക് ഉയരേണ്ടുന്ന സാധനാക്രമത്തിൽ ചരിക്കുന്ന ആളെ സംബന്ധിച്ച് വലിയ പരീക്ഷണങ്ങളാണ്. കാരണം ഭക്തിമാർഗ പ്രവർത്തനത്തിനായിക്കൊണ്ട് എന്തെല്ലാം താൻ ചെയ്യുന്നുണ്ടോ അതെല്ലാം നിന്ദിക്കപ്പെടുന്നു. പല രീതിയിൽ ശാരീരികമായി, മാനസികമായി എല്ലാം ഉപദ്രവിക്കപ്പെടുന്നു. എന്തൊക്കെ ഉപദ്രവിക്കാം അതെല്ലാം ഉപദ്രവിക്കും. ആരാ ഉപദ്രവിക്കുക? നമ്മുടെ പ്രിയപ്പെട്ടവരെന്ന് നമ്മൾ കരുതുന്നവരാണ്, വേറെ ആരുമല്ല. ഒരുപക്ഷെ ഭക്തിമാർഗത്തിൽ നമ്മളെ പ്രോത്സാഹിപ്പിച്ചവർ തന്നെയായിരിക്കും ആരംഭഘട്ടത്തിൽ അവർ. ഒരു യുവതി അല്ലെങ്കിൽ ഒരു യുവാവ് ഏതെങ്കിലും ഒരു സന്യാസാശ്രമത്തിൽ പോകുന്നു എന്ന് വിചാരിക്കുക. വേദാന്ത ക്ലാസ്സിനോ അതുപോലുള്ള എന്തെങ്കിലും സത്സംഗങ്ങൾക്കോ പോകുന്നെന്ന് വിചാരിക്കുക. അതിനെ തീർത്തും എതിർക്കുന്ന, നിന്ദിക്കുന്നവരെ കുറിച്ച് ഇവിടെ പറയുന്നില്ല, അവരെ ചർച്ച ചെയ്യുന്നില്ല. അവർക്ക് കുറച്ചും കൂടി വ്യക്തിത്വമുണ്ട്. അവരെ നമ്മൾ ബഹുമാനിക്കുന്നു. കാരണം അവർ ആദ്യവും എതിർക്കുന്നു, മധ്യത്തിലും എതിർക്കുന്നു, അന്തത്തിലും എതിർക്കുന്നു. അവർക്ക് വ്യക്തിത്വമുള്ളവരാണ്, അവരെ നമ്മൾ ബഹുമാനിക്കുന്നു. എന്നാൽ നല്ലതാട്ടോ, എന്തൊരു നല്ല സ്വഭാവ, ഈ ചെറുപ്പത്തിൽ ആ യുവതിയായിട്ട് അല്ലെങ്കിൽ യുവാവായിട്ട് ഈ സന്മാർഗത്തിലൊക്കെ പ്രവർത്തിച്ചുവല്ലോ എന്ന് അഭിനന്ദിക്കും ചിലർ. അവരെ പറ്റിയാ പറയുന്നത്. എന്നാൽ അങ്ങനെ അഭിനന്ദിച്ചവർ നമ്മൾ കൂടുതൽ പോകുന്നു പറഞ്ഞാലോ, ഇത്രയ്ക്കൊന്നും വേണ്ട. ഒരു കൊല്ലത്തിൽ 2-3 പ്രാവശ്യമൊക്കെ അല്ലാതെ എപ്പോഴും പോണ്ട ആവശ്യമില്ല. ആ മോശാട്ടോ എന്ന് പലത് പറഞ്ഞ് നിന്ദിക്കാൻ തുടങ്ങും. വേണമെങ്കിൽ അവർ തന്നെ പറയും അയാൾക്ക് വട്ട എന്ന് പറയും. അങ്ങനെയുണ്ട്. അത് ലോകത്തിന്റെ ഒരു സ്വഭാവമാണ്. നമുക്കറിയാത്തത് ആരെന്ത് പറഞ്ഞാലും, നമുക്കറിയാത്തത് ആരെന്ത് ചെയ്താലും നമുക്കറിയില്ലെന്നല്ല നമ്മൾ പറയാ, അയാൾക്ക് വട്ട എന്നാ പറയുക. അത് ലോക സ്വഭാവമാണ്. അങ്ങനെ ഭക്തിമാർഗ വിരോധം ചെയ്യും. നമ്മൾ പ്രിയമായി കരുതുന്നവര്, നമ്മുടെ കൂട്ടുകാരെന്ന് നമ്മൾ പറയുന്നവര് ഭക്തിമാർഗത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്യും. കാരണം അവരുടെ ദൃഷ്ടിയിൽ അത് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു മഹാവ്യാധിയിൽ നിന്ന് രക്ഷിക്കാനാണ് പരിശ്രമിക്കുന്നത്. ഇത് വെറും അബദ്ധവിശ്വാസമാണ്. അജ്ഞാനത്തിൽ വീഴുകയാണ്. നാമജപം അല്ലെങ്കിൽ കീർത്തനങ്ങൾ അതിൽ തന്നെ മുഴുകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അധപ്പതനമാണ്. അപ്പൊ എങ്ങനെയെങ്കിലും തൻ്റെ കൂട്ടുകാരനെ അല്ലെങ്കിൽ തൻ്റെ മകനെ അല്ലെങ്കിൽ തൻ്റെ മകളെ രക്ഷിക്കുക എന്നുള്ളത് ഒരു കർത്തവ്യമാണ്. അതിന് കാരണാന്തരങ്ങൾ പലതുണ്ടാവും, പല കാരണാന്തരങ്ങളുണ്ടാവും. ഏതായാലും അങ്ങനെ ഭക്തിമാർഗത്തിൽ എത്ര കണ്ട് എതിർക്കപ്പെടുന്നുണ്ടോ അത്ര കൂടുതൽ ഭക്തിമാർഗ പ്രവർത്തനം ചെയ്യാം.
ജപിക്കരുതെന്ന് പറയുമ്പോൾ 1000 ജപം ചെയ്യുക. അത് അവരെ എതിർക്കാനല്ല, മറിച്ച് എനിക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഓരോ സന്ദർഭവും ഓരോ പരീക്ഷണവും കൂടുതൽ കൂടുതൽ എനിക്ക് ഭഗവാനെ അങ്ങയോട് അടുക്കാനുള്ള സാഹചര്യമാണെന്ന തിരിച്ചറിവ്. അതുകൊണ്ട് പ്രശംസിക്കുന്നവരെയും നിന്ദിക്കുന്നവരെയും ഒരുപോലെ കണക്കാക്കി അതിനുപരി നിൽക്കുക, അതിനാൽ ബാധിക്കപ്പെടാതെ നിൽക്കുക. അല്ലാതെ അവർ വിമർശിച്ചത് കൊണ്ട് നമ്മൾ കൂടുതൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളും വൈകാരിക തലത്തിലാണ്. അങ്ങനെയല്ല, അങ്ങനെ മനസ്സിലാക്കരുത്. അതാ അവരെന്റെ ഭക്തിമാർഗത്തെ വിമർശിച്ചിട്ടുണ്ട്, കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് 10 ഇരട്ടി ചെയ്യലല്ല. അപ്പൊ നമ്മളും വൈകാരിക തലമായി. മറിച്ച് ഇത്തരം അനുഭവ വിശേഷങ്ങൾ തന്നെ കൂടുതൽ പക്വതയിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ്, അതിനു വേണ്ടി ഭഗവാൻ നൽകുന്നതാണെന്ന തിരിച്ചറിവോടുകൂടി കൂടുതൽ കൂടുതൽ ചെയ്യുക. രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. ആദ്യം പറഞ്ഞ വൈകാരികമാണ്, അത് നമ്മളെ അധപ്പതനത്തിലേക്ക് എത്തിക്കും. ഇത് ജീവിതത്തിൽ ചേരുന്നത് പരീക്ഷണമാണെന്ന തിരിച്ചറിവോടുകൂടി കൂടുതൽ കൂടുതൽ ഭക്തിരസം വളർത്താനായിക്കൊണ്ടുള്ള ക്രമത്തിൽ ജീവിക്കുന്നു. അതാണ് ഉദാസീനത. ഇങ്ങനെയാണ് പരാഭക്തൻ. അവിടെ ആര് എതിർത്താലും ആര് നിന്ദിച്ചാലും അവിടെ ഒരു വിഷയമല്ല, എല്ലാം ഭഗവാൻ തന്നെ. സാധകനെ സംബന്ധിച്ചാകട്ടെ ഈ എതിർപ്പുകളും നിന്ദകളും വിമർശനങ്ങളും എല്ലാം കൂടുതൽ ഭഗവാനിലേക്ക് അടുപ്പിക്കാനുള്ള മാർഗങ്ങളാണെന്ന തിരിച്ചറിവുണ്ടാവും. ഇതാണ് പരാഭക്തന്റെ ജീവിതം, അഥവാ പരാഭക്തിയിലേക്ക് ഉയരേണ്ടുന്ന ക്രമത്തിൽ കഴിയുന്ന ഒരു സാധകന്റെ ജീവിതം. അപ്പൊ ഈ 3 സൂത്രങ്ങൾ ഒന്നിച്ച് ചിന്തിക്കുക. തസ്മിൻ അനന്യത തദ്വിരോധിഷു ഉദാസീനതാച്ച അന്യാശ്രയാണാം ത്യാഗഃ അനന്യത ലോകേ വേദേഷു തദനുകൂലാചരണം തദ്വിരോധിഷു ഉദാസീനത. ഈ 3 സൂത്രങ്ങൾ ഒന്നിച്ച് ചർച്ച ചെയ്യണം. സാമാന്യം ചിന്തിച്ചു. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാം, അറിയുന്നതാണെങ്കിൽ മറുപടി പറയും. നമസ്തേ. നമസ്തേ സ്വാമിജി. നമ്മുടെ ചോദ്യം രാജേന്ദ്രൻജിയുടെയാണ്. ആദ്യത്തെ ചോദ്യം ചോദിച്ചോളൂ. നമസ്കാരം സ്വാമിജി. നമസ്തേ നമസ്തേ നമസ്തേ. ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്ന 33 ദേവതകൾ തന്നെയാണോ 30 മുക്കോടി ദേവതകൾ എന്ന് പറയുന്നത്? അതെ, ഇവിടെ 30 മുക്കോടി ദേവതകൾ എന്ന് പറയുമ്പോൾ അവിടെ കോടി പ്രകാരമാണ്. വാൽമീകി രാമായണത്തിലോ 33 കോടി ദേവതകൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ദ്വാദശ ആദിത്യന്മാര്, ഏകാദശ രുദ്രന്മാര്, അഷ്ടവസുക്കള്, അശ്വിനി കുമാരന്മാര്, ഇതാണ് 33 കോടി ദേവതകൾ. ആദിത്യന്മാര് 12, രുദ്രന്മാര് 11. അപ്പൊ 12ഉം 11ഉം 23. വസുക്കൾ 8, 23 8 31. അശ്വിനി കുമാരന്മാര് 2, 33. ഈ 33 33 കോടി ദേവതകൾ. ഇനി ഇവിടെ മറ്റൊരു വിഷയം പറയാനുള്ളത്, ഈ 33 കോടി ദേവത എന്ന് പറയുമ്പോൾ അത് വളരെയധികം ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണ നമുക്കുണ്ട്. വളരെ കുറവാണ് 33. വാസ്തവത്തിൽ നമുക്ക് കോടാനുകോടി ദേവതകൾ വേണം. അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ എത്ര ദേവതകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അനന്തങ്ങളായ ദേവതകൾ ഉണ്ടെന്ന് പറയേണ്ടി വരും. പിന്നെയും ചോദ്യം ചെയ്യുമ്പോഴാണ് കുറച്ചിട്ട് 33 എന്ന് പറയേണ്ടത്. പിന്നെയും ചോദ്യം ചെയ്യുമ്പോൾ അവിടുന്ന് കുറയ്ക്കണം. അങ്ങനെ അവസാനം ഈശ്വരൻ ഏകമാണ്, അദ്വിതീയമാണെന്ന തിരിച്ചറിവിലേക്ക് ഉയരണം. ഇതാണ്. നമസ്തേ. നമസ്തേ സ്വാമിജി. അടുത്ത ചോദ്യം ബാബുജിയുടെയാണ്. ബാബുജി ചോദിച്ചോളൂ.
നമസ്തേ സ്വാമിജി. നമസ്തേ നമസ്തേ നമസ്തേ. ഈ 7ാമത്തെ ശ്ലോകത്തില് നിരോധ രൂപത്വാത്ത് എന്നുള്ളത് പഞ്ചമ വിഭക്തിയാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിരോധ രൂപാത്താത് സാ എന്ന് പറഞ്ഞ ഭക്തി അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? സാ പരാഭക്തി ന കാമയമാന, കാമിക്കത്തക്കവളല്ല. അത് ഈ ഭക്തി കാമിക്കുന്നവളല്ല, കാമിക്കത്തക്കവളല്ല. അവിടെ വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ, ഭക്തിയെ കാമിക്കത്തക്കതല്ല എന്നല്ല, ഭക്തി കാമിക്കത്തക്കതല്ല, വിഷയങ്ങളെ കാമിക്കത്തക്കതല്ല. ഇതാണ് അവിടുത്തെ വസ്തുതാ പ്രഖ്യാപനം. പരാഭക്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനെയും കാമിക്കുന്നില്ല, ഇതാണ് വസ്തുത. ഇനി അതിന്റെ കാരണം പറയാണ് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ് നിരോധരൂപത്വാത്. നിരോധരൂപത്വം കൊണ്ട് അവിടെ പഞ്ചമി പ്രയോഗം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിരോധരൂപത്വം ഹേതുവായിട്ട് നിരോധരൂപത്വമാണ്. അല്ലാതെ ഭക്തി, സ്ത്രീലിംഗത്തിലുള്ള ഭക്തിയുടെ നിരോധരൂപായ സ്വഭാവത്വാത് അങ്ങനെ പറഞ്ഞിട്ടില്ല. നിരോധരൂപത്വമാണ്, നിരോധ രൂപത്തിന്റെ ഭാവമാണ് നിരോധരൂപത്വം. അത് ഹേതുവായിട്ട് നിരോധരൂപത്വാത്. അതുകൊണ്ട് അവിടെ പഞ്ചമി പ്രയോഗം അതൊരിക്കലും ദോഷമല്ല. ഇനി എന്താണ് ആ നിരോധരൂപം എന്ന് പിന്നീട് പറഞ്ഞു. ലോകവേദ വ്യാപാരന്യാസ എന്ന്. ലോകവേദ വ്യാപാര ന്യാസമാണ് നിരോധം. അതാണ് ഭക്തിയുടെ രൂപം. അപ്പൊ നിരോധരൂപത്വം എന്ന് പറഞ്ഞാൽ ലോകവേദ വ്യാപാര ന്യാസത്വം. ലോകവേദ വ്യാപാര ന്യാസത്വം നിരോധരൂപം. തസ്മാത് നിരോധരൂപത്വാത്. അതുകൊണ്ട് ഈ പൊതുവെ കാമം, ആഗ്രഹം എന്നുള്ളത് ഈ ലോകത്തിലോ പരലോകത്തിലുള്ള വിഷയങ്ങളെ നേടാനാണല്ലോ. അപ്പൊ ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള വിഷയങ്ങളെ ന്യസിച്ചിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു, അതിക്രമിച്ചിരിക്കുന്നു, അവ അപ്രസക്തമായി തീർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ കാമനയില്ല. അതുകൊണ്ട് സാന കാമയമാന എന്നുള്ളത് പരാഭക്തി ന കാമയമാന എന്ന്. കസ്മാത് എന്തുകൊണ്ട്, കുതഹ കസ്മാത് എന്തുകൊണ്ട്, നിരോധരൂപത്വാത് എന്ന് മറുപടി. അങ്ങനെ വിഭജിച്ച് മനസ്സിലാക്കുമ്പോൾ അതിൽ പ്രശ്നമില്ല, വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം കമലാജിയുടെയാണ്. കമലാജി ചോദിച്ചോളൂ. നമസ്തേ സ്വാമിജി. ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളെ കുറിച്ച് സ്വാമിജി പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. കാരണം വളരെയധികം പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അധിക പേർക്കും സ്വാമിജി ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികള് ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി. ഈ സമീപ കാലഘട്ടത്തിൽ സനാതന ധർമ്മത്തിന്റെ, ഭക്തിമാർഗത്തിന്റെ, വേദാന്ത വിചാരത്തിന്റെ ഏറ്റവും വലിയ പ്രചാരകനായിരുന്ന ഒരു മഹാപുരുഷനാണ്. സ്വാമിജി ചെയ്ത സേവനങ്ങൾ, സ്വാമിജിയുടെ മഹിമ നമുക്ക് അല്പവാക്കിൽ ഒതുക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ വേണ്ടതുപോലെ ഇന്നത്തെ സമൂഹം സ്വാമിജിയുടെ മഹിമ
മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. സമീപകാലത്ത് സനാതന ധർമ്മത്തിൻ്റെ സമുദ്ധാരണത്തിന് വളരെ വലിയ വിലമതിക്കാനാവാത്ത പങ്ക് വഹിച്ച മഹാപുരുഷനാണ് സ്വാമി ശിവാനന്ദ സരസ്വതി. ലോകം മുഴുവൻ സ്വാമിജിയുടെ പ്രവർത്തനത്തിന്റെ സ്പന്ദനങ്ങൾ വ്യാപിച്ചു. യോഗശാസ്ത്രത്തിന്റെ പ്രചരണത്തിൽ, വേദാന്തത്തിന്റെ പ്രചരണത്തിൽ, സനാതന ധർമ്മത്തിന്റെ നിലനിൽപ്പിനും പോഷണത്തിനും വേണ്ടി സേവാ പ്രവർത്തനങ്ങളുടെ മേഖലയിൽ അദ്വിതീയമായ മാതൃകയായിരുന്നു സ്വാമിജിയുടേത്. ഋഷികേശ് ശിവാനന്ദ ആശ്രമം, ഡിവൈൻ ലൈഫ് സൊസൈറ്റി കേന്ദ്രമായിട്ട് ആ മഹാപുരുഷൻ പ്രവർത്തിച്ചു. എണ്ണിപ്പറഞ്ഞ് ഒതുക്കാവുന്നതല്ല അവിടുത്തെ പ്രവർത്തനങ്ങൾ. ആ മഹാപുരുഷന്റെ മൊത്തം ലോകത്തിലേക്ക് വലിയ വേദാന്ത പ്രചാരകനായിട്ടുള്ള ഒരു സംഭാവനയാണ് പൂജ്യ ചിന്മയാനന്ദ സ്വാമികൾ. ചിന്മയാനന്ദ സ്വാമികളുടെ ഗുരുനാഥൻ ശിവാനന്ദ സരസ്വതി സ്വാമികളാണല്ലോ. അതുപോലെ ലോകം മുഴുവൻ യോഗ വിദ്യയെ പഠിപ്പിക്കുന്നതിൽ, പ്രചരിപ്പിക്കുന്നതിൽ വലിയൊരു സംഭാവനയായിരുന്നു വിഷ്ണുദേവാനന്ദ സരസ്വതി സ്വാമികൾ. ലോകം മുഴുവൻ അവിടുത്തെ സ്പന്ദനങ്ങൾ വ്യാപിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സനാതനധർമ്മ ഉദ്ധാരണത്തിന് വേണ്ടിയുള്ള അവിടുത്തെ സംഭാവനയായിരുന്നു ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ. ഒരേ ഗുരുനാഥന്റെ ശിഷ്യന്മാരാണ്. കേരളത്തെ സംബന്ധിച്ച് സനാതന ധർമ്മ സംബന്ധിയായ എല്ലാത്തിനെയും നിന്ദയോടുകൂടി കണ്ടിരുന്ന ഒരു കാലഘട്ടം. കമ്മ്യൂണിസത്തിന്റെ അതിപ്രസരണം. ഈ കമ്മ്യൂണിസത്തിന്റെ അതിപ്രസരണ കാലത്തും ഇതര മതങ്ങളെയോ മതാചരണങ്ങളെയോ നിന്ദിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റും പരിശ്രമിച്ചില്ല. പരിശ്രമിക്കണം എന്നല്ല പറഞ്ഞത്, പരിശ്രമിക്കരുത് എന്ന് തന്നെയാണ് വാസ്തവം. എന്നാൽ ഹൈന്ദവ മൂല്യങ്ങളെ, ഹൈന്ദവ ആചരണക്രമങ്ങളെ, ഹൈന്ദവ വിശ്വാസങ്ങളെ, ഹൈന്ദവ ശാസ്ത്രങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നിന്ദിക്കുന്നതിലും അങ്ങനെ നിന്ദിക്കുന്നതിനായിക്കൊണ്ടൊരു സമാജത്തെ വാർത്തെടുക്കുന്നതിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ളത് പരമാർത്ഥമാണ്. ആ സ്വാധീനത്തിൽ നിന്ന് വന്ന സിനിമകളും നാടകങ്ങളും നോവലുകളും കള്ളസ്വാമിമാരെയും ഒട്ടനവധി ദുരാചാരങ്ങളെയും മാത്രം സമൂഹത്തിന് മുമ്പിൽ ഉയർത്തി കാണിച്ചു. സനാതനധർമ്മ മഹിമ, അടിസ്ഥാന ശാസ്ത്രങ്ങളെ ഒട്ടും ഉയർത്തി കാണിച്ചില്ല. എന്ന തുല്യ നിലപാട് ഇതര മതങ്ങളോടൊട്ട് എടുത്തുമില്ല. അങ്ങനെ തീർത്തും ഹിന്ദുത്വം നിന്ദിക്കപ്പെടുന്ന കാലഘട്ടം. ക്ഷേത്രങ്ങളും മറ്റും പ്രായേണ വിശിഷ്യ വടക്കൻ കേരളത്തിൽ ജീർണിച്ചു കിടക്കുന്ന കാലഘട്ടം. പുരാണ ശ്രവണങ്ങൾ, സപ്താഹാദി കാര്യങ്ങൾ ഒട്ടും നടക്കാത്ത കാലഘട്ടം. എന്നാൽ അതിൽ ചില പരിവർത്തനം വരുത്തിക്കൊണ്ട് വാഴക്കുന്നം, ആഞ്ഞം, വൈശ്രവണം തുടങ്ങിയ മഹാഭക്തന്മാര്, വള്ളിയൂര് തുടങ്ങിയ പരാഭക്തന്മാര്
ഭാഗവത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടം. പക്ഷെ മൊത്തം കേരളത്തിൽ വ്യാപിച്ചിട്ടല്ല. പലരെയും വിട്ടുപോകും കേട്ടോ, അതൊരു വലിയ കൃതജ്ഞതയായി പോകും. വേദാന്ത ശാസ്ത്രത്തെ സംബന്ധിച്ച് യാതൊരു ബോധവുമില്ലാത്ത ഒരു സമൂഹം, എന്തോ പരസ്പര ബന്ധമില്ലാത്ത, യുക്തിഭദ്രമല്ലാത്ത എന്തൊക്കെയോ പറഞ്ഞാൽ അതാണ് വേദാന്തം എന്ന് മുദ്ര വീഴുന്ന ഒരവസ്ഥാവിശേഷം. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് 1960 ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ തൻ്റെ പ്രവർത്തന രംഗമായി കേരളത്തിൽ തിരിച്ചു വരുന്നത്. സന്യാസ സ്വീകരണത്തിന് ശേഷം തിരിച്ചു വരുന്നു. സ്വാമിജി മധ്യ കേരളം ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു കേന്ദ്രമല്ല, വ്യാപകമായി സഞ്ചരിച്ചു. ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്ക് സപ്താഹങ്ങളും ആധ്യാത്മിക പ്രഭാഷണങ്ങളുമായിട്ട് അങ്ങനെ ഒരു ചിട്ട കേരളത്തിൽ കുറവാണ്. അഗമാനന്ദ സ്വാമികളുടെയൊക്കെ പ്രവർത്തനം അതിനു മുമ്പേ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ വടക്കൻ കേരളത്തിൽ വളരെ കുറവാണ്. അവിടെ ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് എന്ന രീതിയിൽ സ്വാമിജി പ്രവർത്തിച്ചു. പിന്നീട് ഇരുനിലങ്കോട്, അതുപോലെ കൊണ്ടയൂര് തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രമാക്കി ആശ്രമ സ്ഥാപനം ചെയ്തു. ആശ്രമം കേന്ദ്രീകരിച്ചുകൊണ്ട് സാധ്യതയ്ക്കനുസരിച്ച് സേവനങ്ങൾ ചെയ്തു. ഒരു ദിവസം വിശ്രമമില്ലാതെ പ്രഭാഷണ യാത്രകൾ ചെയ്തു. ഒരു ദിവസം വിശ്രമമില്ലാതെ ലാളിത്യപൂർണമായ ഇടപെടലുകൾ. സന്യാസി എന്നൊക്കെ പറയുമ്പോൾ സമൂഹത്തിന്റെ ഒരു ധാരണയുണ്ട്. ആ ധാരണയെ മുഴുവൻ തിരുത്തി കുറിച്ചുകൊണ്ട് സമൂഹ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു സ്വാമിജി. കാരണം അത്ര നിർമ്മലമായ ഭാവവും ലാളിത്യപൂർണമായ പെരുമാറ്റവും സ്നേഹവും. ഇതാണൊരു സന്യാസി എന്ന് സമൂഹം പരസ്പരം പറഞ്ഞു. നിന്ദിച്ചവര് അത്ഭുതപ്പെട്ടു. അതെ, അക്ഷരാർത്ഥത്തിൽ അതാണ് സംഭവിച്ചത്. ഒന്നിനു പിറകെ ഒന്നായി വേദാന്ത പ്രകരണങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. പ്രഭാഷണ സ്ഥലങ്ങളിലേക്ക് സ്വന്തമായി സഞ്ചിയിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോയി അന്നത്തെ സ്ഥിതിയിൽ പരമാവധി വിലക്കുറവിൽ പുസ്തകങ്ങൾ വിൽക്കുക, പുസ്തകങ്ങളുടെ സഞ്ചി തൂക്കി പിടിച്ച് കൊണ്ടുപോവുക ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. അങ്ങനെ ഇരിക്കെ പരമപുരുഷാർത്ഥം എന്നൊരു മാസിക പ്രവർത്തനം ആരംഭിച്ചു. വാസ്തവത്തിൽ സ്വാമിജിയുടെ പ്രകരണ ഗ്രന്ഥങ്ങൾ ഏറെ പ്രസിദ്ധീകൃതമായതിന്റെ പിന്നിലുള്ള രഹസ്യം പരമപുരുഷാർത്ഥമാണ്. അതുപോലെ ലേഖനങ്ങളും. കാരണം പരമപുരുഷാർത്ഥത്തിൽ പ്രസിദ്ധീകരിച്ചതാണ് പിന്നീട് പുസ്തക രൂപത്തിൽ ഏറെയും വന്നത്. ലളിതമായ ഭാഷാശൈലി, എത്രയെത്ര വേദാന്ത പ്രകരണങ്ങളാ അവിടുന്ന് മലയാളത്തിലേക്ക് അനുവാദം ചെയ്തത്. ഭാഗവതം, അതിൻ്റെ സാരം ബോധിപ്പിക്കുന്നത്, മഹാഭാരതം തുടങ്ങിയ പുരാണ ഇതിഹാസങ്ങളിലേക്ക് നമ്മളെ ആനയിച്ചു. വലിയ പ്രവർത്തനമായിരുന്നു. പോകുന്ന സ്ഥലങ്ങളിൽ ഗൃഹങ്ങളിൽ താമസിക്കുക. അങ്ങനെ ഗൃഹങ്ങളിൽ താമസിക്കുമ്പോൾ ആ ചുറ്റുപാട് മുഴുവൻ ബന്ധപ്പെടുക. ഒരു ഗൃഹത്തിൽ താമസിച്ചാൽ ആ ഗ്രാമത്തിൽ മുഴുവൻ സ്വാമിജി എത്തിയിരിക്കും.
അങ്ങനെ എന്താണ് ആചാരം എന്ന് സമൂഹത്തെ ബോധിപ്പിച്ചു. ആരാണ് സന്യാസി എന്ന് സമൂഹത്തെ ബോധിപ്പിച്ചു. അങ്ങനെയായിരുന്നു. അതുപോലെ ഒട്ടനേകം സന്യാസി ശിഷ്യന്മാരും സ്വാമിജിക്ക് ഉണ്ടായി. വളരെയധികം. കൃത്യം കണക്ക് സത്യസന്ധമായിട്ട് അറിയില്ല. കുറെ സന്യാസി ശിഷ്യന്മാർ. അവരിൽ പ്രത്യേകിച്ച് പരമേശ്വരാനന്ദ സരസ്വതി സ്വാമികളുടെ പേരും നിത്യാനന്ദ സരസ്വതി സ്വാമികളുടെ പേരും ഒക്കെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞേ മതിയാവും. പരമേശ്വരാനന്ദ സരസ്വതി സ്വാമികൾ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് കേസരിയുടെ പത്രാധിപരായിരുന്ന, ഇന്നും ഹിന്ദുധർമ്മത്തിന്റെ പ്രാഥമിക പാഠങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഗ്രന്ഥമായി പറയാവുന്ന ഹിന്ദുധർമ്മ പരിചയത്തിന്റെ കർത്താവായ കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിൽ വളരെ വലിയ പങ്ക് വഹിച്ച സാധുശീലൻ പരമേശ്വരൻ പിള്ള, അദ്ദേഹമാണ് സന്യസിച്ചിട്ട് പരമേശ്വരാനന്ദ സരസ്വതി ആയത്. അതുപോലെ പാലക്കാട് ജ്ഞാനാനന്ദ ആശ്രമത്തിന്റെ മഠാധിപതിയായിട്ടുള്ള നിത്യാനന്ദ സരസ്വതി സ്വാമികൾ, അവരൊക്കെ വലിയ പ്രവർത്തനങ്ങൾ ചെയ്തു. അവരിലൂടെ സന്യാസിമാരുടെ പ്രവർത്തനം ശിഷ്യഗണങ്ങളിലൂടെ വളരെയധികം വ്യാപിച്ചു. ആ മഹാത്മാക്കളെല്ലാം നമ്മൾ നമിക്കുന്നു. എത്ര വേദാന്ത ഗ്രന്ഥങ്ങളാ സ്വാമിജി എഴുതിയത്, ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ. അത്ഭുതമാവും നമുക്ക് ഈ സപ്താഹങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി. ഏതായാലും അവസാന കാലത്ത്, ശരീരത്തിന്റെ അവസാന കാലത്ത് കൂടുതലും കന്യാകുമാരി ആയിരുന്നു. കന്യാകുമാരി ആനന്ദ കുടീരം എന്നുള്ള പേരിൽ ആശ്രമം സ്ഥാപിച്ച് അവിടെയായിരുന്നു. പിന്നീട് ഏകദേശം ശരീരത്തിന്റെ ഒരു അന്ത്യദശ വന്നപ്പോൾ പാലക്കാടേക്ക് വന്നു. പാലക്കാട് പട്ടണത്തിൽ വെച്ചിട്ടാണ് ശരീരം ശാന്തമാവുന്നത്. അവിടെ കുന്നത്തൂർ മേട് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഗൃഹത്തിൽ വെച്ചിട്ടാണ് ശരീരം ശാന്തമാവുന്നത്. പല സംശയ നമ്മുടെ സന്യാസത്തിന് മുമ്പ് പഠിക്കുന്ന കാലത്ത് ചില സംശയ നിവാരണങ്ങൾ സ്വാമിജിയിൽ നിന്ന് സാധിച്ചിട്ടുണ്ട്. സംശയങ്ങൾ ഒരു കാർഡിൽ എഴുതിയാൽ മതി, മറ്റൊരു കാർഡിൽ മറുപടി വരും. അങ്ങനെയായിരുന്നു. ഒരിക്കലും മറക്കാത്തൊരനുഭവം സ്വാമിജിയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഒന്ന് പങ്കുവെക്കട്ടെ. ശരീരം ശാന്തമാവുന്നതിന്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇടയ്ക്കിടെ ശരീരത്തിന് രോഗങ്ങൾ വരുമായിരുന്നു. അങ്ങനെ രോഗം വന്ന് വളരെ അങ്ങോട്ട് കൂടും. ഏകദേശം ശരീരം ശാന്തമാവാനായി എന്നൊക്കെ അങ്ങോട്ട് തോന്നിക്കും. പക്ഷെ പിന്നെ തിരിച്ചു വരും, പിന്നെ വീണ്ടും പ്രവർത്തനം ചെയ്യും. അങ്ങനെ കുറേ ദശ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഒട്ടും വയ്യ എന്നുള്ള വിവരം കേട്ടിട്ട് കൊളത്തൂരിൽ നിന്ന് നമ്മൾ കന്യാകുമാരിയിലേക്ക് പോയി സ്വാമിജിയെ ദർശിക്കാൻ വേണ്ടി. വേറൊരു ഉദ്ദേശ്യം ഉണ്ടായിരുന്നില്ല യാത്രയിൽ, സ്വാമിജിയെ ദർശിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. എന്നാൽ അതോടൊപ്പം മറ്റൊരു ഉദ്ദേശ്യം കൂടി ഉണ്ടായിരുന്നു. കേവലം ദർശനം മാത്രമല്ല, അത് ആ സന്ദർഭത്തിലായിരുന്നു നമ്മൾ ശ്രീരാമഗീതയുടെ വേദാന്ത പ്രകാശിക വ്യാഖ്യാനം രചിച്ചത്. അങ്ങനെ വേദാന്ത പ്രകാശിക രചിച്ചപ്പോ രണ്ട് മഹാത്മാക്കളുടെ ചിത്രം മനസ്സിൽ വന്നു. ഏതെങ്കിലും ഒരു മഹാത്മാവിനോടൊരു അനുഗ്രഹവും മറ്റൊരു മഹാത്മാവിനോടൊരു അവതാരികയും എന്ന ഒരു ഭാവം എങ്ങനെയോ മനസ്സിൽ വന്നു.
ഒന്ന് പരമപൂജ്യ മൃഡാനന്ദ സ്വാമികൾ, ഒന്ന് പരമപൂജ്യ ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ. ഇവർ രണ്ടുമാണ് അദ്വിതീയ വേദാന്ത പ്രവർത്തകരായിരുന്ന ആചാര്യന്മാർ. അവരുടെ കൂട്ടത്തിൽ തന്നെ സന്യാസചര്യയിലല്ലെങ്കിലും പറയേണ്ടുന്നതാണ് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ. ഏതായാലും ഈ 3 പേര് അക്കാലഘട്ടത്തിൽ വളരെ പ്രാമാണികരാണ്. അപ്പൊ ഈ 2 സന്യാസി വര്യന്മാരുടെ ഒരു സ്മൃതി മനസ്സിൽ വന്നു. പക്ഷേ ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾക്ക് ശാരീരികമായി ഒട്ടും വയ്യാത്തത് കൊണ്ട് ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെച്ചില്ല. വെച്ചിരുന്നെങ്കിൽ സ്വാമിജി തരുമായിരുന്നു എന്നുള്ളത് വേറെ വിഷയം, പക്ഷെ വെച്ചില്ല. അത് ഔചിത്യം അല്ല എന്ന് തോന്നി. പരംപൂജ്യ മൃഡാനന്ദ സ്വാമികളാണ് അതിനൊരു അനുഗ്രഹ രൂപത്തിൽ അവതാരിക തന്നത്. അതുകൊണ്ട് തന്നെ പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു പുസ്തകം ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾക്ക് സമർപ്പിക്കണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോയി. കൂടെ കൊളത്തൂരിൽ നിന്ന് മറ്റൊരു മാന്യ വ്യക്തി കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരാണ് പോയത്. സ്വാമിജി പ്രായണ ശാരീരികമായ അവശതയാർന്ന് കിടക്കുകയാണ്. കട്ടിലിൽ കിടക്കുന്നു. നമ്മൾ പോയി നമസ്കരിച്ചു. പതിവ് ആദ്യത്തെ ചോദ്യം ഭക്ഷണം കഴിക്കാനാണ്. അത് കഴിഞ്ഞ് വേറെ എന്തും സംസാരിക്കും. മുൻപ് സ്വാമിജി തന്നെയാണ് വിളമ്പി കൊടുക്കുക വരുന്നവർക്കൊക്കെ. സ്വന്തം കൈകൊണ്ട് വിളമ്പി കൊടുത്താലേ സ്വാമിജിക്ക് സന്തോഷമാവുള്ളൂ. അങ്ങനെയാണ് പണ്ടത്തെ രീതി. പക്ഷെ ഇപ്പൊ വയ്യ, കിടപ്പാണ്. എങ്കിലും ചോദ്യത്തിന് യാതൊരു മാറ്റവും ഇല്ല. ഭക്ഷണം കഴിച്ചിട്ട് വരൂ. കഴിച്ചു, ചെന്നു, നമസ്കരിച്ച് സ്വാമിജി കട്ടിൽ കിടക്കുന്നു. അടുത്ത് നിന്നു, ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. ഇങ്ങനെ രാമഗീത വ്യാഖ്യാനിച്ചത് അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ചൊരു സന്തോഷം എന്ന് മാത്രം പറഞ്ഞു. സന്തോഷം, നന്നായി എന്ന് മാത്രം പറഞ്ഞു. ഒരു 2 നിമിഷം കഴിഞ്ഞപ്പോ സ്വാമിജി പുസ്തകം തരൂ എന്ന് പറഞ്ഞു. കിടന്നെടുത്തുന്ന പുസ്തകം വാങ്ങി വെറുതെ ഒന്ന് മറച്ചു, പകുത്തു, വായിക്കാൻ പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോ അത് തത്വമസി വിവേകം ചെയ്യുന്ന ഭാഗമാണ്. എതിർച്ച അങ്ങനെയാണ് വന്നത്. സ്വാമിജി കട്ടിലിൽ കിടക്കുന്നു. സ്വാമിജി നിർദ്ദേശിച്ചതനുസരിച്ച് നമ്മൾ വായിക്കുന്നു. ആ തത്വമസി വിവേകത്തിന്റെ ആ ഭാഗം ഒരു 2 നിമിഷം വായിച്ചു കാണും. പെട്ടെന്ന് അദ്ദേഹം ചാടി എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പൊ തീർത്തും അവശനായി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ചാടി എഴുന്നേറ്റ ഒരു ഇരുത്തം. അവിടെ പുറത്ത് 2-3 സ്വാമിമാര് മാല കെട്ടുന്നുണ്ട്. അവിടുത്തെ ആവശ്യത്തിനും കന്യാകുമാരിക്ക് സമർപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള മാല കെട്ടലാണ്. ഉടനെ സ്വാമിജി സ്വതസിദ്ധമായ ശൈലി വിളിച്ചു, ശാപ്പാട്ടരാമന്മാരെ വരൂ വരൂ എന്ന് വിളിച്ചു. വേഗം വരൂ ശാപ്പാട്ടരാമന്മാരൊക്കെ എല്ലാം വന്നു. സ്വാമിജിമാര് വന്നു. സ്വാമിജിയുടെ ശൈലി അങ്ങനെയാണ്. സ്വശിഷ്യന്മാരെ സ്നേഹപൂർവ്വം വിളിച്ചതാണത്. അത് അവർക്കും അറിയാം, സ്വാമിജിക്കും അറിയാം. അവർ ശാപ്പാട്ടരാമന്മാരൊന്നും അല്ല. അവർ ശാപ്പെടുന്നത് ഭഗവത് നാമം തന്നെയാണ്. ഭഗവത് നാമത്തിൽ അങ്ങനെ രമിച്ചു കഴിയുന്നവരാണ്. അതാണ് അവരുടെ ശാപ്പാട്. ശരിക്ക് വായിക്കൂ. മുഴുവൻ വായിച്ചു. 2-3 ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം വിസ്തൃതമായി മുഴുവൻ വായിച്ചു കേട്ടു. പൂർണ്ണ മനസ്സോടുകൂടി അനുഗ്രഹിക്കുകയും ചെയ്തു. ഇത് ഒരിക്കലും മറക്കാത്തൊരു സംഭവമാണ്. കാരണം ഒരു ആചാര്യൻ ശാരീരികമായി വളരെ ക്ലേശിച്ചു കിടക്കുന്ന ഒരു സമയം. പക്ഷേ ശാസ്ത്ര പ്രവർത്തനം അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ താത്പര്യം
അതിൽ എത്രമാത്രം ആന്തരികമായ നിഷ്ഠ എന്നുള്ളത് എടുത്തു കാണിക്കുന്ന ഒരു സന്ദർഭം അഥവാ ദൃഷ്ടാന്തമാണത്. അവിടെ പിന്നെ ശാരീരികമായ രോഗവ്യാധിയൊന്നുമില്ല. ഇപ്പോഴും മനസ്സിൽ തെളിയാണ് ആ ചാടി എഴുന്നേറ്റുള്ള ഒരു ഇരുത്തം. അതായിരുന്നു ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ. ഏതായാലും ആ മഹാത്മാവിനെ നമ്മൾ നമസ്കരിക്കുന്നു. അങ്ങനെയുള്ള മഹാന്മാരുടെ പ്രവർത്തനത്തിന്റെ പരിണാമമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന അഥവാ അനുഭവിക്കാൻ സാധിക്കുന്ന ധാർമ്മികവും ഭക്തിമാർഗപരവും വേദാന്ത പഠനപരവുമൊക്കെയായി നമുക്കൊന്ന് സ്പർശിച്ചറിയാൻ കഴിയുന്ന ഒരു ഉണർവ് അങ്ങനെയുള്ള ത്യാഗധനന്മാരുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. നേരത്തെ പ്രസംഗ സ്ഥലങ്ങളിലേക്ക് പുസ്തകം കൊണ്ടുപോകണം പറഞ്ഞല്ലോ. ആ കാലഘട്ടത്തിലൊക്കെ ഓരോ സ്ഥലത്ത് ചെന്നാൽ എന്ത് സൗകര്യം ഉണ്ടാവുക? ഒരു സൗകര്യവും ഉണ്ടാവില്ല. സപ്താഹമൊക്കെ കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ അങ്ങ് പോവും. സ്വാമിജിയുടെ കിടപ്പായാലും ഭക്ഷണമായാലും മറ്റ് വ്യവസ്ഥയായാലും ഒക്കെ അതിനെപ്പറ്റിയൊന്നും അത്ര വ്യാകുലമായിരുന്നില്ല അന്നത്തെ നമ്മുടെ സമൂഹം. പ്രായേണ എല്ലായിടത്തും നല്ല പറയുന്നത്. അവർക്ക് പിറ്റേത്തെ ദിവസം പരിപാടി നടക്കണം, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെയൊക്കെ മധ്യത്തിൽ സമദർശിത്വത്തെ നിലനിർത്തിക്കൊണ്ട് എത്രമാത്രം അവരൊക്കെ പ്രവർത്തിച്ചു. ഈ പ്രഭാഷണ സ്ഥലങ്ങളിലേക്ക് വലിയ സഞ്ചിയിൽ പുസ്തകമാക്കി കൊണ്ടുപോകുന്ന കാഴ്ച അത് വലുതാണ്. ഇത് പറയുമ്പോൾ മൃണാനന്ദ സ്വാമികളും അങ്ങനെ തന്നെയായിരുന്നു. പ്രഭാഷണ സ്ഥലങ്ങളിലേക്ക് വലിയ സഞ്ചിയും പേറിയിട്ടാ പോവുക, ഒക്കെ പുസ്തകങ്ങൾ. പിന്നീടാണ് വാഹന വ്യവസ്ഥയൊക്കെ വന്നത്. അത്തരം ത്യാഗധനന്മാര് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് നമുക്കൊക്കെ മാർഗദർശനമായി നമ്മുടെ മുമ്പിൽ നിലകൊള്ളുകയാണ്. ഓർമ്മിക്കാനും ഓർമ്മിപ്പിക്കാനും സാധിക്കുമ്പോൾ സന്തോഷം എന്ന് മാത്രം പറയുന്നു. നമസ്തേ. നമസ്തേ സ്വാമിജി. നമുക്ക് ഒരു ചോദ്യം കൂടെ ഉണ്ട്. സ്വാമിജിയുടെ സമയം അനുവദിക്കുമെങ്കിൽ നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോകാം. ആവട്ടെ. ശ്രീദേവിജി. സ്വാമിജി നമസ്തേ. 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 എൻ്റെ ചോദ്യം ഒരു 500 BC മുതൽ 500 AD വരെ ഈ സനാതന ധർമ്മത്തിന് എന്താ സംഭവിച്ചത്? കാരണം ആ സമയത്ത് ബുദ്ധിസവും ജൈനിസവും എല്ലാം ഒരുപാട് വ്യാപിച്ച സമയമായിരുന്നു അത്. എന്നിട്ട് ഗുപ്ത പീരീഡിൽ, അതായത് ഒരു 200 AD ആ സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു റിനൈസോൺ, അതായത് പുനരുദ്ധാരണം ഉണ്ടായത് എന്ന് പറയുന്നു. അതേ സമയത്ത് ഇത് നോർത്ത് ഇന്ത്യയിലെ കാര്യമാണ്. അതേ സമയത്ത് അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? പ്രത്യേകിച്ച് കേരളത്തിൽ എന്തായിരുന്നു അവസ്ഥ? പറഞ്ഞുതരാമോ? ഇവിടെ വ്യക്തമായി കാലത്തിന്റെ അടിസ്ഥാനത്തിൽ സംശയരഹിതമായി പറയാൻ നമുക്ക് ആർക്കും കഴിയില്ല. എങ്കിലും പ്രായേണ നമ്മൾ മനസ്സിലാക്കുന്നത് പങ്കുവെക്കാം, അത്ര മാത്രമേ സാധിക്കുള്ളൂ. സനാതനധർമ്മത്തിന്റെ ചരിത്രം, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല ഭാഷ പ്രയോഗിച്ചാൽ സനാതനധർമ്മത്തിന്റെ വ്യവസ്ഥയുടെ ഒരു ചരിത്രം കുത്തനെയുള്ള ഉയർച്ചയും കുത്തനെയുള്ള താഴ്ചയും അല്ല, മറിച്ച് ക്രമാനുഗതമായ ഉയർച്ച താഴ്ചകളാണ്, തരംഗ സ്വഭാവത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഇത് കാലാതീതമായി നിലനിൽക്കുന്നത്. അങ്ങനെ ഉയർന്നുയർന്ന് പരം മഹത്വത്തിലേക്ക് എത്തി എന്ന് കരുതുമ്പോഴത്തേക്ക് ഒട്ടനവധി അപചയങ്ങൾ സംഭവിക്കും, അങ്ങനെ താഴും. ശാസ്ത്ര താത്പര്യത്തിൽ നിന്ന് നമ്മൾ അകലും, അനാചാരങ്ങളും അബദ്ധവിശ്വാസങ്ങളും പെരുകും.
അങ്ങനെ അങ്ങനെ അപചയം. അങ്ങനെ അധപ്പതിച്ച് നശിച്ചു എന്ന് തോന്നുമ്പോഴത്തേക്ക് കാണാം വീണ്ടും ദിവ്യ വിഭൂതികളുടെ പ്രവർത്തനം, വീണ്ടും ഉയരും. ഇങ്ങനെ ഉയർച്ച താഴ്ചകളുടെ ഒരു ഗ്രാഫാണ് സനാതനധർമ്മ വ്യവസ്ഥ കാണിക്കുന്നത്. അതിൽ പ്രാചീന മഹിമ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിന്റെ മഹിമ നമുക്ക് വൈദിക ശാസ്ത്രങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളാം. എത്രമാത്രം മഹത്വപൂർണമായിരുന്നു എന്നുള്ളത്. അതിന് സംഹിതാദിയായിരിക്കുന്ന വേദഭാഗങ്ങളും അതുപോലെ വേദാംഗ ഗ്രന്ഥങ്ങളും രാമായണം, ആദികാവ്യം തുടങ്ങിയവയൊക്കെ ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ്. അതുപോലെ മൊത്തം വൈദിക ശാസ്ത്രങ്ങളുടെ ഒരു വികാസം ആയുർവേദാദി എല്ലാം പരിശോധിച്ചാൽ നമുക്ക് അത്ഭുതപൂർവ്വം ആദരപൂർവ്വം കാണാം. പക്ഷേ ആ ഉന്നതിയിൽ നിന്ന് വീണ്ടും വലിയ അപചയം സംഭവിച്ചു. വളരെ ദുഷിച്ച ഒരു അവസ്ഥയിലേക്ക്, ഹിംസയുടെ മധ്യത്തിലേക്ക് നമ്മുടെ വ്യവസ്ഥ കൂപ്പുകുത്തി. തന്നുള്ളിലെ പശുവെ ഹിംസിക്കേണ്ടിടത്ത് മിണ്ടാപ്രാണികളെ കൂട്ടം കൂട്ടമായി കൊണ്ടുവന്ന് കൊല്ലുന്ന ആഭാസങ്ങൾ പെരുകി. അന്തരീക്ഷത്തെ പോലും പരിശുദ്ധമാക്കേണ്ടുന്ന ഹോമധൂപങ്ങളുടെ സ്ഥാനത്ത് മൃഗങ്ങളുടെ രക്തത്തിന്റെ ദൗർഗന്ധ്യം, ജന്തുക്കളെയും സസ്യങ്ങളെയും പോലും പരിഭൂതരാക്കുന്ന മന്ത്രങ്ങളുടെ ശബ്ദങ്ങൾ ഉയരേണ്ടിടത്ത് മൃഗങ്ങളുടെ കരച്ചിലുകൾ. അങ്ങനെ ഹിംസയിൽ മുങ്ങി ധർമ്മവ്യവസ്ഥ. വാസ്തവത്തിൽ ആ സമയത്തല്ലേ ബുദ്ധഭഗവാൻ വന്നത്? വാസ്തവത്തിൽ ആ സമയത്തല്ലേ ജൈനം വളർന്നത്? അതെ. അതുകൊണ്ട് തന്നെ ഹിന്ദുധർമ്മത്തിൽ നിന്ന് ഭിന്നങ്ങളായ മതങ്ങളായിട്ട് ബൗദ്ധത്തെയോ ജൈനത്തെയോ കാണാൻ നമുക്ക് കഴിയില്ല. പലപ്പോഴും അവയെ നാസ്തിക ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ വികസിതമായ മതങ്ങൾ എന്നൊക്കെയാണ് പലപ്പോഴും മുദ്ര കുത്തപ്പെടുന്നത്. പക്ഷെ വാസ്തവത്തിൽ അവ സനാതന ധർമ്മത്തിലെ നവീകരണ പ്രസ്ഥാനങ്ങളായിരുന്നില്ലേ എന്ന് ചിന്തിക്കുക. മാറ്റത്തിന് കൊതിച്ച ഒരു സമൂഹം കൂട്ടം കൂട്ടമായി അതിനെ സമാശ്ലേഷിച്ചു. അതെ, മാറ്റത്തിന് കൊതിച്ച സമൂഹമായിരുന്നു. അത്യന്തം ദുഷിച്ച പൗരോഹിത്വത്തിന്റെ, ഹിംസയുടെ, അതിന്റെ ഭാഗമായിട്ടുള്ള മറ്റനേക ദോഷങ്ങളുടെ പിടിയിൽ നിന്ന് മോചനം കൊതിച്ച സമൂഹം കൂട്ടം കൂട്ടമായി ബൗദ്ധത്തെ സമാശ്ലേഷിച്ചു. ജൈനവും പെരുകി. പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ സമ്മതി കൂടി വന്നപ്പോ അപ്പൊ സാമൂഹികമായി ഏറെ വ്യാപിച്ചു. ഈ കാലഘട്ടത്തിൽ വാസ്തവത്തിൽ വേദത്തിന്റെ കർമ്മകാണ്ഡപരമായിരിക്കുന്ന പിന്തുടർച്ച ഇല്ല അഥവാ കുറഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ നമ്മുടെ ഒരു അഭിപ്രായമാണ്, സ്വീകരിക്കാം, തള്ളാം, രണ്ടിനുള്ള സ്വാതന്ത്ര്യമുണ്ട് കേൾക്കുന്നവർക്ക്. വാസ്തവത്തിൽ സനാതനധർമ്മത്തിനൊരു ന്യൂനത സംഭവിക്കുകയല്ല ചെയ്തത്. മറിച്ച് അതിൽ വന്നു ചേർന്ന ദോഷങ്ങളെ നീക്കുന്നതിനായി കൊണ്ടുള്ള നവീകരണ പ്രസ്ഥാനങ്ങൾ എന്ന രീതിയിൽ അവ വളരുകയാണ് ചെയ്തത്. സനാതനധർമ്മത്തിന് ന്യൂനത സംഭവിച്ചിട്ടില്ല. അന്നത് ആവശ്യമായിരുന്നു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് സംഭവിക്കുന്നത് വേദസംബന്ധിയായ ശ്രീബുദ്ധന്റെ മൗനം വേദനിഷേധമായി എടുത്തു കാണിക്കാൻ ബൗദ്ധർക്ക് സാധിച്ചു.
അങ്ങനെ ബൗദ്ധം ശൂന്യവാദം, നാസ്തികം എന്ന നിലയിലേക്ക് മാറി. അവിടെയാണ് ശങ്കരാചാര്യസ്വാമികളുടെ ആവിർഭാവവും പ്രവർത്തനങ്ങളും വരുന്നത്. ശങ്കരാചാര്യസ്വാമികളുടെ ആവിർഭാവത്തോടു കൂടി വലിയൊരു ഉണർച്ച വീണ്ടും സനാതനധർമ്മത്തിന് സംഭവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വലിയൊരു ഉയർച്ച. അപ്പോൾ ആദ്യം പറഞ്ഞ ആ തരംഗ സ്വഭാവത്തിലുള്ള ഉയർച്ച താഴ്ചകളുടെ ഗതി നമ്മൾ കാണുന്നു. പിന്നീട് ഇപ്പൊ ചോദിച്ച കാലയളവിന് ശേഷം വീണ്ടും നമുക്ക് നോക്കാം. ഇത്രയും വലിയ പ്രവർത്തനങ്ങൾ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ചെയ്തെങ്കിലും പിന്നീട് നമ്മൾ അതിൽ വീണ്ടും പല പ്രകാരത്തിൽ ക്ഷയങ്ങൾ ഏർപ്പെടുന്നത് കണ്ടു. അടിമത്തത്തിന്റെ ആഴക്കയങ്ങളിലേക്ക് നമുക്ക് വീഴേണ്ടി വന്നു. പക്ഷെ വീണ്ടും സിദ്ധപുരുഷന്മാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഉയർച്ച വന്നു ചേർന്നു. ഈ ഉയർച്ച താഴ്ചകളുടെ തരംഗ സ്വഭാവത്തിലുള്ള ഗതിയാണ് സനാതനധർമ്മ വ്യവസ്ഥയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. പിന്നെ മറ്റൊന്ന് മധ്യേ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഏത് അപചയത്തിന്റെ കാലഘട്ടത്തിലും എത്ര അധപ്പതനം മൊത്തം സമൂഹത്തെ സംബന്ധിച്ച് പറയേണ്ടുന്നപ്പോഴും പരമ്പരയെ കെടാതെ സൂക്ഷിച്ച മഹിമ, അങ്ങുയർന്ന് പ്രകാശിച്ച ഒട്ടനവധി ദീപസ്തംഭങ്ങൾ ആ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ആദരപൂർവം നമസ്കരിച്ച് ഓർമ്മിക്കേണ്ടതാണ്. അതുകൂടി സാന്ദർഭികമായി പറയുന്നു. ഇത് വളരെ വിശദമായി പഠിക്കേണ്ടുന്ന വിഷയമാണ്. നമുക്ക് ഈ വിഷയം വീണ്ടും നമ്മുടെ ചർച്ചയ്ക്ക് വെക്കാം. മറ്റൊരവസരത്തിലാവട്ടെ. നമസ്തേ. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.